ഇനി മധ്യകേരളത്തിലേക്കാണ്. പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. ജില്ലകളിൽ മഴ മൂലം മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഉച്ചയോടെ പലയിടത്തും കാലാവസ്ഥ തെളിയുകയും ചെയ്തിട്ടുണ്ട്. ഒന്നിടവിട്ട നേരിയ മഴയാണ് പലയിടങ്ങളിലും ഉള്ളത്. മധ്യകേരളത്തിൽ ശക്തമായ മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഉണ്ടായത്. ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും കാലാവസ്ഥ ഇപ്പോൾ തെളിഞ്ഞ നിലയിലാണ്. ഇന്ന് രാവിലെ കോട്ടയത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നീട് ഒന്നിടവിട്ട മഴയാണ് കോട്ടയം ജില്ലയിൽ അനുഭവപ്പെട്ടത്. നിലവിൽ കോട്ടയം ജില്ലയിലെ അലർട്ട് ഗ്രീൻ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലും പുലർച്ചെ മുതൽ ശക്തമായ മഴ അത് രാവിലെ 9 മണിവരെ തുടർന്നു. സ്വാതന്ത്ര്യദിന പരേഡ് സമയത്തുമൊക്കെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള വെള്ളക്കെട്ടും മറ്റും തന്നെ ഉണ്ടായിട്ടില്ല. കാറ്റും ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മറ്റ് നാശനഷ്ടങ്ങളും തന്നെയില്ല. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വെയിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലും രാവിലെ മുതൽ നേരിയ മഴയുണ്ടായിരുന്നു. ഇടവിട്ട മഴ തന്നെയാണ്. പക്ഷേ യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണുള്ളത്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരും അതിശക്തമായ മഴയായിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴ ഇന്ന് രാവിലെ വരെ നിന്നു. സ്വാതന്ത്ര്യദിന പരേഡ് സമയത്തുമൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു കുട്ടികൾ സ്വാതന്ത്ര്യദിന പരേഡിൽ ചുവടുവെച്ച് മുന്നോട്ട് നീങ്ങിയതും. ജില്ലയിൽ മന്ത്രി ബിന്ദുവാണ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയത്. മറ്റ് പാലക്കാട് ജില്ലയിലേക്ക് വന്നാലും രാവിലെ തന്നെ നല്ല രീതിയിൽ ഇടവിട്ട മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കാലാവസ്ഥ തെളിഞ്ഞ നിലയിലാണ്. യെല്ലോ മുന്നറിയിപ്പാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇടുക്കി ജില്ലയിലും രാവിലെ മുതൽ നേരിയ മഴയാണ് അനുഭവപ്പെട്ടുള്ളത്. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ജില്ലകളിലെ അപേക്ഷിച്ച് കാര്യമായ മഴ ഇടുക്കി ജില്ലയിൽ പെയ്തിട്ടുമില്ല.